ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോസ് ഗെയിമേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. സോ മൈൻക്രാഫ്റ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വീട് ഫുള്ള് തീർത്തായിരുന്നു. ഓടാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കുതിരേനെ കണ്ടുപിടിക്കാൻ അറിയതായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് തന്നെ കുതിര ഗൈസ്. ഓക്കെ, ഇതെന്തോ ലക്കുള്ള ദിവസമാണ് കേട്ടോ, വളരെ ലക്കുള്ള ദിവസമാണ്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിർത്തി. സോ അവിടെ തന്നെയാണ് ഗൈസ് ഇപ്പോൾ തുടങ്ങുന്നത്. നമ്മുടെ വീടിൻ്റെ പകുതി കാര്യങ്ങളൊന്നും തീർത്തിട്ടൊന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സാഡൽ എടുത്തുകൊണ്ട് പോവാം ഗൈസ്. ഇത് നല്ലൊരു ദിവസമായിട്ടോ. തുടക്കം തന്നെ നമുക്ക് 3 കുതിരകൾ ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബയോമിൽ കുതിരേനെ കിട്ടാച്ച് പാടായിരിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, എൻ്റെ എല്ലാ ഇതുകളും മാറ്റി മറിച്ചുകൊണ്ട് 3 കുതിരകൾ ഗൈസ്. ഇതിലേത് കുതിരേനെ എടുക്കും? എനിക്ക് പുള്ളിപ്പുള്ളിയുള്ള കുതിരേനെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഇവനെ തന്നെ എടുക്കാം. സോ മൗത്ത് അടങ്ങടാ മോനെ. അമ്പോ ഗൈസ്, പുള്ളിക്കാരൻ അപ്പോഴേക്കും സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സാഡലും നമ്മുടെ ഡയമണ്ട് ആർമർ ഇട്ട് കൊടുത്തതിന് നമ്മുടെ കുതിര സെറ്റ്. ഓക്കെ ഗൈസ്, ഈ 2 കുതിരകളെ നമുക്ക് ഇവിടെ വേറെ എവിടെയെല്ലാം അടച്ചു വയ്ക്കണം. സോ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കുതിര സെറ്റായിട്ടുണ്ട്. ആശോ ഗൈസ്, ഇത് വളരെ ഇഴഞ്ഞാണ് ഗൈസ് പോകുന്നത്, തീരെ സ്പീഡില്ലേന്. ഓ ഗൈസ്, കുതിരപ്പുറത്തിരുന്ന് നമുക്ക് ഫൈറ്റ് ഉണ്ടാക്കണം. പോടാ ഇവന്മാർക്ക് രാത്രിയാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അകത്തോട്ട് ഈ ഒരു കുതിരേനെ കയറ്റാൻ പറ്റുമോ നോക്കാം. ഇതെന്താ ഈ കുതിര ഇങ്ങനെ അഴഞ്ഞു പോണ്? കുതിരേൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതൊക്കെ എടുക്കണം ഗൈസ്. 2 വാല് തുറന്നിടാൻ അങ്ങോട്ട്. ഡേയ് ഇവന്മാരെന്നെ പോളെ എൻ്റെ കുതിരപ്പുറത്തിരുന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നോളാം പാട്ട്. എടാ ഞാൻ ഇവനെ പോളെ കുതിരപ്പുറത്തിരുന്ന് ഇവനെ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, പുള്ളിനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഒരു അമ്പ്, ഒരു വില്ല്, ഒരു അടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്ന്. തേങ്ങ എടാ വീടിനകത്ത് കയറി ഒന്ന്. ഓക്കെ, കൊന്ന്. ഓ ഗൈസ്, സെറ്റ്. നമുക്ക് എന്തായാലും ഇവനെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ട് നമുക്ക് നേരെ ഇറങ്ങണം. ഓക്കെ ഗൈസ്, ഒറ്റ ഒരു പകുതി ലൈഫ് വെച്ചിട്ടാണ് ഗൈസ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഗൈസ്, എനിക്ക് ഈ കുതിരേനെ വേണ്ട കേട്ടോ, ഭയങ്കര സ്പീഡ് കുറവാണ് ഈ ഒരു കുതിരയ്ക്ക്. നല്ല വല്ല കുതിര വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ 8 കാലി ആരുമില്ല. സേഫാണ്. കിടന്നുറങ്ങാം. ഓക്കേ, നമുക്ക് സൈഡിലപ്പോൾ ഗ്ലാസ്സൊക്കെ വെക്കണം ഗൈസ്. സൈഡിൽ വേറെ വല്ല കുതിരേനെ നോക്കണം ഗൈസ്. ഈ ഒരു കുതിര തീരെ പോരാ. മഴയൊന്നും നിന്നിട്ടില്ല, അപ്പോൾ പുറത്തെ ജന്തുക്കൾ ഇപ്പോഴും കിടന്ന് നടക്കുന്നുണ്ടാവും. കുതിര ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഭാഗ്യമാണ് ഗൈസ്. ഇന്ന് തുടങ്ങിയ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ 2 കുതിര മച്ചാന്മാർ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുന്നത്. നമുക്ക് വല്ലതും തിന്നാൻ ഗൈസ്. ഓക്കെ, ലൈഫില്ല. ഓക്കെ, ഇത്രയും വിശന്നിട്ട് ഇരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഈ ഒരു കുതിരയുടെ മണ്ടയ്ക്ക് കയറി നമുക്ക് ഇവൻ്റെ കയ്യിലുള്ള സാഡലും അതൊക്കെ എടുക്കണം ഗൈസ്. ഈ ഒരു കുതിരയ്ക്ക് തീരെ സ്പീഡില്ല. സോറി, എനിക്ക് നിൻ്റെ മേത്ത് നിന്ന് ഇതൊക്കെ എടുക്കണേന്ന് നല്ല സങ്കടമുണ്ട്. ബട്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു. നിനക്കിത്ര സ്പീഡില്ലാന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. എടാ, ക്രീപ്പർ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു, ഇങ്ങോട്ട് ഓടി ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു കുതിരേനെ നോക്കി നോക്കാം. അമ്പോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന വാളന്തിയാണ് എൻ്റെ പൊന്നു കുതിരയെ മാറിക്ക്. എനിക്ക് നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഒരു ക്രീപ്പർ അവിടെ നിൽപ്പുണ്ട്. എടാ ഗൈസ്, നമുക്ക് 50 മില്യൺ കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ക്രീപ്പറായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാം. നീ പോളെ. ഓക്കെ, പൊട്ടിത്തെറിച്ചത് അറിയത്തില്ല കേട്ടോ. അമ്പോ, എന്ത് വലിയ കുഴിയാണ് ഉണ്ടാക്കിയത് ഓക്കെ, ഇയാൾക്ക് വയ്യ. നമുക്ക് ഈ വെള്ളക്കുതിര നോക്കി നോക്കാം. വെള്ളക്കുതിരയ്ക്ക് അത്യാവശ്യം സ്പീഡിൻ്റെ നമുക്ക് ഇവനെ എടുക്കാം. ഇവനിച്ചിരി ജാടക്കാരനാന്ന് തോന്നുന്നുണ്ട്. എടാ ജാടേ, മേത്ത് കയറിക്കോട്ടറ അതിൻ്റെ. എടാ ഇത് മൈൻഡെങ്കിലും ചെയ്യടാ. ഇവന്മാർക്ക് നമുക്ക് വീറ്റ് കൊടുത്ത്, വീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ നമുക്ക് വീടിൻ്റെ അകത്ത് വീറ്റ് കിടപ്പുണ്ടായിരുന്നു. സോ നമുക്ക് വീറ്റ് എടുത്തുകൊണ്ട് വരാം. അധികം ജാടയൊന്നും ഇടണ്ട കേട്ടാ, അടിച്ച് കൊലിഞ്ഞ ജാടയിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സാധനം പൊട്ടിച്ചെടുത്തിട്ട് ഇത് വെച്ച് നോക്കാം. എനിക്ക് വയ്യ കേസിന് വീട്ടിലോട്ടൊക്കെ പോകാൻ. ഓക്കെ, നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം.
നമ്മുടെ ഓക്കെ 9 ഈ സാധനം കിട്ടും. ഉണ്ടാക്കാം. എടാ 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 കുതിര കുതിര എന്തിയാടാ ഇവന് വീട്ടൊന്നും വേണ്ടേ? ഒരു ലാമ കിടപ്പുണ്ട് അവിടെ. ലാമേനൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. വീട് ഒക്കെ വെറുതെ തിന്നിട്ട് പോയി കഴിഞ്ഞാൽ അടി കിട്ടും കേട്ടോ. എൻ്റെ മേലിൽ കയറ്റി നീ കയറ്റടാ കള്ളപ്പട്ടി കയറ്റടാ. പട്ടിയല്ല കേസ് കുതിര. ഓക്കെ ഇവനെ നമുക്ക് പിന്നെ എടുക്കാം. ഇവനെ നമുക്ക് സാഡലൊന്നും ഇല്ലാണ്ട് വെറുതെ നമുക്ക് അവിടെ വയ്ക്കാം. മറ്റേ കുതിര എന്ത് ചെയ്യും? അവനെങ്കിലും നന്നായിട്ട് പെരുമാറിയാൽ മതിയായിരുന്നു. എടാ 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 ഓക്കെ ഇതേ ഗസ് 100 വയസ്സാണ് ഇവന്. എടാ 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 മേത്തൊന്ന് കയറിക്കോട്ടറാ ഗസ്. മറ്റേ കുതിര മാത്രമാണ് ഗസ് നമ്മളോട് ഇണങ്ങിയുള്ളൂ മര്യാദയ്ക്ക്. എടാ 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 നിന്നോട് മേത്ത് കെട്ടറാ നീ പട്ടി. പട്ടിയല്ല കുതിര. ഒക്കെ എല്ലാം ഇതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ കുതിരകളൊക്കെ. ഒക്കെ കുതിരയ്ക്കൊക്കെ അത്യാവശ്യം സ്പീഡൊന്നും ഉണ്ട് ഈ കുതിരയ്ക്ക്. ഡേയ് എന്നൊന്ന് കേട്ടടാ പോവേ. ഡേയ് നീ പോളാ. എനിക്ക് എൻ്റെ ചങ്കുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ചങ്കുണ്ട് ഗൈസ്. ഓക്കെ എനിക്ക് അവനെ മതി. നിങ്ങളൊക്കെ പോണേ പൊക്കോ. അകത്തെൻ്റെ ചങ്ക് കിടപ്പുണ്ട്. എടാ ചങ്കേ ഡാ എടാ കള്ള എടാ കുഞ്ഞു കള്ള. യെസ് റൈഡ് കണ്ടോ. ഇവന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ നിന്നെ കളയത്തില്ല മോനെ. നിനക്ക് സ്പീഡ് കുറവാണേലും കുഴപ്പമില്ല. ഞാൻ നിന്നെ കളയത്തില്ല. ഓക്കെ നമുക്ക് എന്തായാലും ആർമറൊക്കെ ഇട്ട് കൊടുക്കാം. സുന്ദര കുട്ടപ്പൻ. ഓക്കെ നമുക്ക് എന്തായാലും ഇന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ കുതിര ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫാം പണിയണം. ഐ മീൻ ഫാം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് നമുക്ക് ഇവനെയൊക്കെ കെട്ടിയിടാനായിട്ട് ഒരു സ്ഥലം, പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി വേണം. ഐ മീൻ നമ്മുടെ പേരുന്നിട്ട് ഓക്കെ യെസ് നമ്മുടെ ലൈഫൊക്കെ തീർന്നൊരു കിടപ്പുന്നുണ്ട്. ഓക്കെ നമുക്ക് തൽക്കാലം ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമ്മുടെ പിക്കാക്സ് എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം. പിക്കാക്സ് എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം. ഇതിനകത്തോട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ അയ്യോ ഗൈസ് ഇതെടുത്ത് ഇതിനകത്തിരിക്കട്ടെ. ഇതും ഇതിനകത്തിരിക്കട്ടെ ഗൈസ്. പിന്നെ നമുക്ക് അയൺ വെച്ചിട്ട് അയൺ നുഗറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ അതും ഉണ്ടാക്കണം. ഓക്കെ പിന്നെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഇവിടെയാണ് വെക്കുക. ഓക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഇരുന്നോട്ടെ ഗൈസ്. ഓക്കെ അയൺ വെച്ച് നമുക്ക് അയൺ നുഗറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ മൈൻക്രാഫ്റ്റിൽ മറ്റേ 2 പ്രോ പ്ലെയേഴ്സ് അവന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 നുഗറ്റ് കിട്ടും ഗൈസ്. നമുക്ക് എല്ലാം ചിലവഴിക്കാം. ഓക്കെ ഗോൾഡ് നുഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോർച്ച് എന്ത് ചെയ്യാറാ ടോർച്ച് കള്ള ഇങ്ങോട്ട് വേടെ. ഇത് വെച്ച് നമുക്ക് ലാൻഡേൺ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലാൻഡേൺ നോക്കാം. ഓക്കെ ലാൻഡേൺ വട കള്ള വാടേ ഡേയ് എനിക്ക് ലാൻഡേണാണ് വേണ്ടത്. ഓക്കെ യെസ് ഗൈസ് ലാൻഡേൺ 2 എണ്ണം കിട്ടും കേട്ടോ. 2 എണ്ണം. ഓക്കെ 2 എണ്ണമെങ്കിൽ 2 എണ്ണം. ഒരെണ്ണം നമുക്ക് 2 എണ്ണമെങ്കിൽ 2 എണ്ണം ഗൈസ്. ഇത്രയൊക്കെ മതി. നമ്മുടെ ഇതൊക്കെ തീർന്നു. അയണൊക്കെ തീർന്നു. നമുക്കിനി വീണ്ടും മൈനിങ്ങിനൊക്കെ പോകണം. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു എടേ അലമ്പ് കാട്ടല്ലേ ഇതെടുത്ത് നമുക്ക് ഇവിടേക്ക് വയ്ക്കാം. ഓക്കെ ഒരെണ്ണം നമുക്ക് ഇവിടെ തൂക്കാം. ഇല്ല ഇവിടെ 2 എണ്ണം ഉള്ളൂ. സോ എൻ്റെ മോന് ഏതാലേ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമുക്ക് ഇവിടെ തൂക്കണം. ബെഡ്റൂമിൽ നമ്മുടെ ബാൽക്കണി പോലെയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വെക്കണം. ഗൈസ് അപ്പോൾ ഇവിടെയും തൂക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇവിടേക്ക് എന്തായാലും വെളിച്ചം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇനി ഇവിടെ വെളിച്ചം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോർച്ച് കുത്തി വയ്ക്കാം. ഓക്കെ ഇവിടെ ഒരു ടോർച്ച്. ഓക്കെ ഗൈസ് സെറ്റ്. ഇനി നമുക്ക് മരം കളക്ട് ചെയ്യാൻ പോകണം. മരം കളക്ട് ചെയ്യണമെങ്കിൽ മാത്രമല്ല ഓക്കെ നമുക്കിനി ബ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഗൈസ്. അതും ഉണ്ടാക്കണം. ഞാൻ നിൻ്റെ മേത്ത് കയറിയിരുന്നില്ല, ഇരിക്കാൻ പറഞ്ഞില്ല. ഓക്കെ ഇവിടെ ഓക്കെ ബ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവം അത് ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് നോക്കാം. സോ ബ്രഷ് എങ്ങനെ ഉണ്ടാക്കുക. ഓക്കെ ആർമടിയിലോട്ട് സാധനം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് വോൾഫിനൊക്കെ എടുക്കാം. സോ ഇവിടെ ബ്രഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറ. ഫെദർ ഇവിടെ വയ്ക്കാം. ഫെദറും പിന്നെ
പിന്നെ എന്താ കേസ് വേണ്ടത്? ഫെദറും പിന്നെ സ്റ്റിക്കാന്ന് തോന്നുന്നുണ്ട്. സോ സ്റ്റിക്ക് എടുക്കാം. ഫെദറും സ്റ്റിക്കും. നമുക്ക് ഫെദർ മേലിൽ സ്റ്റിക്ക് അടിയിലും വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് ഉണ്ടാവുമോ? കയറി തേങ്ങ ഉണ്ടാവുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊക്കെ എടുത്ത് ഇവിടേക്ക് വയ്ക്കാം. ഇനി നമുക്ക് മരം കളക്ട് ചെയ്യാൻ പോകണം. കാരണം നമുക്ക് ഫാം ഉണ്ടാക്കണം. ഫാം ഉണ്ടാക്കണേ ഓക്ക് പ്ലാന്റ്സ് വേണം. ഓക്ക് പ്ലാന്റ്സ് വേണേൽ നമുക്ക് മരം വേണം. സോ മരം വേണേൽ നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണേ നമുക്ക് അങ്ങോട്ട് പോകണം. സോ അത്രേ ഉള്ളൂ. ഈ കോഴീനെ നമുക്ക് കൊല്ലാം. കാരണം ഡിന്നറിന് ആവശ്യം വരും. ഓക്കെ, നമ്മുടെ കയ്യിൽ 3 പോർക്കിരിപ്പുണ്ട്. സോ പിന്നെ നമ്മുടെ ഫർണേഴ്സ് നമ്മുടെ മറ്റേ പണ്ടത്തെ വീടിനകത്ത്, പണ്ടത്തെ വീട് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇത്ര നാൾ കഴിഞ്ഞിരുന്ന ഒരു വീട്, അതിൻ്റെ അകത്താണ് നമ്മുടെ ഫർണേഴ്സ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി കൊണ്ടുവരണം. നമ്മുടെ ആക്സ് തന്നെയാണ്. ആക്സ് എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, ഈ ജന്തുവിനെയും കൂടി കൊല്ലാം. നമുക്ക് ഡിന്നർ. ഓക്കെ, ഓ ഡിന്നേഴ്സ് കുറേ കിട്ടുന്നുണ്ട്. എൻ്റെ പൊന്നെ ഡിന്നറുകളെ ഇങ്ങോട്ട് വാ. നിനക്ക് ഏട്ടായില്ലേ നിനക്ക് സഹിക്കാൻ. ഓക്കെ, പിന്നെ നമുക്ക് വൂൾഫിനെ കൂടി കണ്ടുപിടിക്കണം. വൂൾഫിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ ഗൈസ് എല്ലും കഷ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വൂൾഫിനെ കൂടി കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് വൂൾഫിന് ആർമറൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ എന്തോ ഉണ്ട്. സ്റ്റിക്ക് കിട്ടി, 2 സ്റ്റിക്കായി. സോ നമുക്ക് വൂൾഫിനെ കണ്ടുപിടിക്കണം. സോ വൂൾഫ് കാട്ടിൽ ജംഗിളിലൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് ജംഗിൾ വരെയൊക്കെ പോയി കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നോ റെസിപ്പി അൺലോക്കഡ് ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ അതിലെ കളഞ്ഞു, തൊലി കളഞ്ഞു. ഓക്കെ, ആ തോക്കുവിട്ട് മൊത്തം ഞാൻ കൊണ്ടുപോകും. ഓക്കെ, ഈ മഴ നിൽക്കുന്നില്ല കേട്ടോ. ഈ ജന്തുക്കൾ എടാ അവിടെ മല ഗൈസ്, മല. ഓക്കെ, അപ്പോൾ നമുക്ക് മലയിലൊക്കെ കയറണം. എല്ലാ സ്ഥലവും നമുക്ക് കീഴടക്കണം ഗൈസ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹമല്ല, എനിക്ക് നടത്താൻ പോകുന്നത്. ഇവിടുത്തെ മരമൊക്കെ ഞാൻ വെട്ടി കാലിയാക്കിയായിരുന്നു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇത് കാടാന്ന് തോന്നുന്നുണ്ട്. സോ കാടിൻ്റെ ഇതല്ല ഗൈസ് കാട്, വേറെ ബാമ്പോ ഒക്കെ മുളച്ചിരിക്കുന്നൊരു കാടുണ്ടായിരുന്നു. അവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ സാധനങ്ങൾ ഉണ്ടാവാറ്. ഒരു വൂൾഫിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. കാരണം എനിക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജന്തുക്കളാണ് ഗൈസ് ഈ ഒരു വൂൾഫ്. അതുങ്ങളൊക്കെ ടൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും അവരൊക്കെ കൊണ്ടു നടക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാൻ പാടത്തില്ല. അതേ കണക്കിന് എല്ലാ വുഡും എടുത്തുകൊണ്ട് പോകണം. നമുക്ക് സ്റ്റോക്കാക്കി വെക്കണം ഗൈസ്. അങ്ങനെ മൈൻക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, പക്ഷേ സപ്പോർട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റ് ഗെയിം കളിച്ച് ഇടുന്നത് നല്ല ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇടുന്നത്. സോ സപ്പോർട്ടൊക്കെ തരിക. ഒക്കെ ആകെ കൂടി സപ്പോർട്ടുള്ളത് ഗ്രാനിയുടെ വീഡിയോസിനാണ്. സോ ഗ്രാനിയുടെ വീഡിയോ നമുക്ക് ഗ്രാൻഡ് പാക്ക് കയറ്റി കളിക്കുന്ന വീഡിയോ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമായിരിക്കും. വരും. ഓക്കെ, നമുക്ക് ഈ ഒരു മരം കളക്ട് ചെയ്യാം. എല്ലാ മരവും എടുത്തോ. ഓക്കെ, എല്ലാ മരം ഇവിടുത്തെ ഒക്കെ ഡീഫോറസ്റ്റേഷൻകാരൊന്നും വന്ന് പിടിച്ചോണ്ട് പോയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടുത്തെ ഡീഫോറസ്റ്റേഷനും ഇതിലാട്ടെ സാധനങ്ങളൊക്കെ നമ്മളാണ്. ഇവിടെ നിയമം പോലീസും ഒന്നും ഇല്ല ഈ മൈൻക്രാഫ്റ്റിൽ. 1 and only പീസ് ഗൈസ്, പീസ്. ഓക്കെ, പീസ്. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ പീസൊക്കെ പോവും. ആ പീസൊക്കെ വെട്ടി മുറിച്ച് പോക്കറ്റിൽ ഇടേണ്ടി വരും. ഓക്കെ, രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിയമം ഒക്കെ കയ്യിലെടുക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. സോ അവന്മാരുടെ അടുത്ത് മുട്ടിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ എനിക്ക് അവന്മാരുടെ അടുത്ത് അധികം അടി ഉണ്ടാക്കാൻ പോലും ഇഷ്ടമല്ല. ഓക്കെ, ഇവിടെ വില്ലേജ് ഏത് കാട്ടിലാണാവോ കളഞ്ഞു പോയാൽ നമ്മൾക്ക് 31 സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ കളഞ്ഞു പോയവർക്ക് ഓക്കെ. നമ്മുടെ വീട് അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഗൈസ് ആ ജന്തുക്കൾ വാടാ നീ ധൈര്യത്തെ ആണാണേ വാണാണേ ഒറ്റക്കെട്ടില്ല പോടാ നീ. ഈ ജന്തു സോംബികളെ പണ്ടോട്ടെ ഇഷ്ടമല്ലേ ഗൈസ്. സോംബി ഇതും കൂടി അടി. ഞാനും കൂട്ടിക്കാടാ, നിങ്ങൾ ചാവട്ടെ. ഓക്കെ, ഞാനല്ലടാ ജന്തുവിനെ കൊന്നത്. എന്നിട്ട് നീ എന്നെ നീ അടിക്കുന്നോടാ കൊട്ടി. ഓക്കെ, സൈഡിൽ നിന്ന് ഈ ജന്തു ഒന്ന് അടിക്കുകയാണ് ഗൈസ്. വെറുതെ അല്ല, ഈ സോംബികളെ ഞാൻ കൊന്നൊരു പരിവാക്കി ഗൈസ്. പോടെ എടാ, ഇനി എവിടെന്നാ ഒന്നാമതെ പോടെ. ഓക്കെ, ആ ജന്തുവിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്കെൽറ്റനെയും കൂടി കൊന്നാ കഴിഞ്ഞാൽ
എന്തര ഓക്കെ നമ്മൾ അവനെ കൊന്ന്. ഇവിടെ നിന്ന് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേഗം ഓടിക്കോ. എനിക്ക് ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇനി ആവതില്ല. ആകെ 2 ലൈഫ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും പോർക്ക് ഓക്കെ ലൈഫ് ഓടിയിട്ടുണ്ട്. യെസ് നമ്മളെ എവിടേക്കാണ് പോകുന്നത്? നമ്മളെ കളഞ്ഞു പോയി തോന്നുന്നുണ്ട്. നമ്മുടെ വീടൊക്കെ ഏത് കാട്ടിലടേ. ഈ ജന്തുക്കള് ഇവന്മാർക്ക് എവിടെ നിന്ന് വേണേലും വന്നടിക്കാൻ കഴിയും. അമ്മാതിരി ടീംസാണ്. നമ്മുടെ വാളിൻ്റെ ഹെൽത്ത് കുറേറായി. ഓക്കെ പോളെ തരത്തി പോയി കളിയറാ സോംബി തെണ്ടി. ഓക്കെ അതിൻ്റെ ഇടയിൽ ഇവൻ നിനക്കിട്ട് ഞാൻ തരള പന്നി. നിന്നെ ഒരു വട്ടം നിന്നെ ഓക്കെ നിങ്ങളെ ഒരടി കൂടി. ഓക്കെ ഗൈസ് ആ ജന്തുക്കളെ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിന് തപ്പണം. ഇത് രാത്രിയായ കാരനാണ്. രാവിലേക്കാണ് ഇപ്പോൾ ഞൊടിയിടയിൽ എൻ്റെ വീടൊക്കെ ഞാൻ കണ്ടുപിടിച്ചേനെ. നീ പോടാ പോയി തരത്തിൽ പോയി കളിക്കടാ. ഓക്കെ നമുക്ക് എന്തായാലും വീട് കണ്ടുപിടിക്കാൻ പോവാം. മുന്നിലഞ്ഞ ജന്തുവാണ്. ഓക്കെ ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്താറായി. നേരെ പോയാൽ മതി ഇനി. ഓക്കെ ഈ ഒരു മരം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു റൂട്ടൊക്കെ കാണാൻ പാടാവും. ഈ മഴ ഭയങ്കര ശല്യം കേട്ടോ ഈ മൈൻക്രാഫ്റ്റിൽ രാത്രി. വിച്ച് ഗൈസ് എൻ്റെ ദൈവമേ എല്ലായിടത്തും അറ്റാക്ക്. നമ്മുടെ വീട് തെളിഞ്ഞു വരുന്നുണ്ട്. എൻ്റെ പൊന്നു വീടേ എവിടെയായിരുന്നു? ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ ടോർച്ചൊക്കെ കുത്തി വെക്കണം ഗൈസ്. കാരണം എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എവിടെ വീട് എവിടെയാ സ്ഥലമൊക്കെ എവിടെയാണെന്ന് അറിയണമെങ്കിൽ. ഓക്കെ എൻ്റെ ദൈവമേ വീടിൻ്റെ മുന്നിൽ വന്നെങ്ങാനും എന്നെ കൊന്നു കഴിഞ്ഞാൽ ഓക്കെ പോളെ എവിടെ നിന്നടാ എല്ലാ വശത്തു നിന്ന് അടിക്കുന്നതോ? ഇതൊക്കെ എവിടുത്തെ ന്യായം? ഞാൻ പറഞ്ഞുള്ള കേസുമാരെ കുറച്ച് ഇവിടെ നിയമം പോലും ശേലാട്ടെ സാധനമൊക്കെ കയ്യിലെടുക്കുക കുറച്ച് ആൾക്കാരുണ്ടെന്ന്. ഈ വാള എൻ്റെ ഷീൽഡ് വെച്ച് ഞാൻ നിന്നെ കൊല്ലു നോക്കിക്കോ. നീ പോളെ എവിടെന്നോ അടി കിട്ടിയിട്ടുണ്ട്. സോംബി റീസ്പോൺ. ആ ജന്തുക്കൾ ഇനി എൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ട് പോവും. എടാ പന്നി വന്ന് കയറിയത് തന്നെ ആളുടെ അണ്ണാക്കിലോട്ട്. അയ്യോ പോയിസൺ ഓക്കെ ചത്തുന്നുണ്ട് വീണ്ടും തൊലഞ്ഞ് ഈ ഒരു രാത്രി അന്ധകാലം പിടിച്ചിരുന്നേരം വീണ്ടും ചത്ത്. എൻ്റെ പകുതി സാധനങ്ങൾ അവരുടെ കയ്യിലാണ് ഗൈസ്. എന്ത് കഷ്ടം നോക്കുന്നത്. റീസ്പോണാ അവിടെ വേഗം താകൃതാളം കളിക്കാണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. ഈ മോൺസ്റ്റേഴ്സിന് വേറെ പരിപാടിയില്ലേ ഗൈസ്. എന്നാലും ഈ ബെഡ് പൊളിച്ച് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. പോടാ മോൺസ്റ്റേഴ്സെ. ആ വിച്ചുകാരനാണ് ഗൈസ് ഞാൻ പെട്ടത്. കള്ളപ്പമ്മി വിച്ച്. ഓക്കെ ഞാൻ വരട്ടെ. എൻ്റെ വാള് എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുങ്ങളൊക്കെ വെട്ടിക്കൊല്ലും ഗൈസ്. ഓക്കെ കിടന്നുറങ്ങളെ. മോൺസ്റ്റേഴ്സിന് എന്ത് ഭ്രാന്തന്മാർ ഗൈസ്. ഓക്കെ പെട്ടെന്ന് പേടിച്ച് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഓടിപ്പോയി നമ്മുടെ സാധനങ്ങൾ എടുക്കാം. എടുക്ക് എല്ലായിടത്തോളിയ. ഓക്കെ ജന്തുക്കൾ വരുന്നുണ്ട്. പോടെ നിനക്കൊക്കെ എന്തിൻ്റെ കേടാ പമ്മി. എടാ ഓടാ. അമ്മയെ കളിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല. ഓട് എൻ്റെ വീട്ടുമുറ്റത്തെങ്ങാനും ഒന്ന് പൊട്ടിത്തെറ്റാണ്ടല്ലോ. ക്രീപ്പറാ നിൻ്റെ അന്തിയാണ്. എടാ ഓർഡർ പൊന്നി. ഓക്കെ ഗൈസ് എല്ലാം ഇനി എൻ്റെ നേരെ പോടാ. ഓക്കെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ പിടിച്ച് ഗൈസ് ഷീൽഡ്. പൊട്ടിത്തെറിച്ച് ചാവള നായേ. ഓക്കെ അന്ധകാലം പിടിച്ച നേരെ എന്തിനാണാവോ ഞാൻ അങ്ങോട്ട് പോയത്. നമ്മുടെ സാധനം കുടിക്കാൻ പോടാ. ഷീൽഡ് വെച്ച് തന്നെ കൊല്ലും ഗൈസ്. ഓക്കെ ഷീൽഡിനും ലൈഫില്ലാട്ടോ തീരെ. പോടാ ചാവട.
ഓക്കെ, ഹാഫ് ലൈഫ് വെച്ച് നമ്മൾ ഇരിക്കുകയാണ്. ഒരു പോർക്കും കൂടി തിന്ന് നമുക്ക് ഷീൽഡ് പിടിച്ചോ. ഷീൽഡ് പിടിച്ചോളിയ. ഓക്കെ, വന്ന് ഷീൽഡിന് ലൈഫ് തീരെ ഇല്ല. അതവിടെ നിന്ന് ഗൈസ് ബാക്കിൽ നിന്നൊക്കെ അറ്റാക്ക്, ഡബിൾ സൈഡ് അറ്റാക്ക്. നാണുണ്ടോളാം നിനക്കൊക്കെ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് അടിയറാ പാട്ടികളെ. ഓക്കെ, ചാവട ഷീൽഡ് വെച്ച് നിന്നെയൊക്കെ കൊല്ലും. ഓക്കെ, ഇവിടെ ഒന്നും സൈഡിലുള്ള ആൾക്കാരൊന്നുമില്ല. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഓടിക്കോ. ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. അയ്യോ, എൻ്റെ വീടിനകത്ത് കയറി. ഓക്കെ, കഥ കടച്ച്. ഓക്കെ ഗൈസിനൊക്കെ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ മഴയൊന്നും നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നിന്നൊന്നുണ്ട് ഗൈസ്, മഴ നിന്നോ? തേങ്ങ, മഴ ഇപ്പോഴും ഉണ്ട്. മഴ നിന്ന് കേസ് നമുക്ക് എന്തായാലും ഷീൽഡ് പിടിച്ച് സൈഡിൽ വെക്കാം. ഷീൽഡിൻ്റെ ലൈഫൊക്കെ തീർന്ന്. ഓക്കെ, ഹെൽമെറ്റ് നമ്മുടെ നെഞ്ചത്തുള്ള. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ഫാം ഉണ്ടാക്കണം ഗൈസ്. സോ നേരം കളയുന്നില്ല. സോ നമുക്ക് എന്തായാലും നേരെ പ്ലാന്റ്സ് സാധനം വെച്ച് ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ച് നമുക്ക് ഫാമൊക്കെ ഉണ്ടാക്കണം. സോ കുറേ പരിപാടി ഉണ്ട് ഇനി. ഓക്കെ, ഗൈസ് കുറേ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. എന്തൊരു സന്തോഷം. വാ കുറച്ചുകൂടി. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ പകുതി കാണാണ്ടായിട്ടുണ്ട്. പകുതിയൊക്കെ എവിടെ പോയോ എന്തോ, പുറത്ത് കിടക്കുന്നുണ്ടാവും. എല്ലാ സോംബി കൊണ്ടുപോയിട്ടുണ്ടാവും ഗൈസ്, കള്ളപ്പന്നി. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഇനി നമ്മുടെ ഫെൻസ് ഓക്കെ, 3 ഫെൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗൈസ് 2 വടിയുള്ളൂ ഗൈസ്, പറഞ്ഞ പോലെ. ഓക്കെ, ശരിയാണ്. ഓക്കെ, വടി എന്തായാലും 99+ ആയിരിക്കും ഗൈസ്, 99+. ഓക്കെ, നമുക്ക് എന്തായാലും 2-3 വടിയൊക്കെ മതിയാവുമായിരിക്കും. 10 വടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് വെച്ച് നമുക്കിനി ഫെൻസ് ഉണ്ടാക്കാം. ഫെൻസ് 3, 6, ഓക്കെ 9 ഫെൻസ് ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഗേറ്റ് ഉണ്ടാക്കണം. ഗേറ്റും ഓക്കെ ഗൈസ്, സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് എടുക്കാം. സോ അപ്പോഴേക്കും ഇവന്മാർക്ക് എന്തിൻ്റെ കേടാണ് ഗൈസ്? ഇവന്മാർക്കല്ല, എനിക്ക് ഇവൻ എന്തിൻ്റെ കേടാണ്? ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് വാള് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ നമുക്ക് മറ്റേ സാധനം നമ്മുടെ ആക്സ് കാണാണ്ടായിട്ടോ. ആക്സ് എവിടെ? ആക്സ് മിക്കവാറും സോംബി തെടി കൊണ്ടുപോയിട്ടുണ്ടാവും, കള്ളപ്പന്നി. ഓക്കെ, ആക്സ് എന്തിയേ? ആക്സ് ഇവിടെ. ആക്സ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സോംബി കൊണ്ടുപോയി. ഓക്കെ, നമുക്ക് എന്തായാലും കൈ കൊണ്ട് പറിച്ചെടുക്കാത്. വാലടച്ചിട്ടല്ലേ ആ ജന്തുക്കൾ ഇതിൻ്റെ അകത്ത് കയറും. ഒരു നാണവമാനം ഇല്ലാത്ത ജന്തുക്കളാണ് കേസ്. ഒരു ഇറ്റ് നാണം വേണ്ടേ? അതുപോലും ഇല്ല. ഓക്കെ, സ്കെൽട്ടൻ വാടാ നീ. എന്താ നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലടാ, നാണമില്ലാത്തവൻ. ഓക്കെ, എൻ്റെ വീട്ടുമുറ്റത്ത് ഫുള്ള് അമ്പ് കയറ്റി വയ്ക്കുകയാണ്. ഓക്കെ, കത്തിച്ചാവട നീ. ഓക്കെ, ഷീൽഡിൻ്റെ ലൈഫ് ഇപ്പോൾ തീരും. ഇതെന്തത്? ഗൈസ്, നമ്മുടെ മറ്റേ സംഭവം. ഓക്കെ, ഈ അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇവനെ എന്തായിരുന്നു ഗൈസ്? ഹോഴ്സ് ഗൈസ്, അവനെ കൊണ്ടുവരാനുള്ള പരിപാടി. അതായത് അവനെ കൊണ്ടുവരില്ല, അവനെ വയ്ക്കാനുള്ള പരിപാടി. ഓക്കെ, നോക്കാം. സോ സംഭവം നമ്മൾ ഇപ്രാവശ്യം ഹോഴ്സിനെ നമുക്ക് വേഗം തന്നെ കിട്ടിട്ടോ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട്. അല്ലെ നമ്മളെ കാട്ടിലൊക്കെ പോയി തപ്പി ഒരു പരിവാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ദിവസമൊന്നല്ല, ഇന്ന് രാവിലെ നല്ലൊരു ദിവസമായിരുന്നു. സോ ഇത് നമുക്ക് പറിച്ചു കളയാം. ഓക്കെ, നമ്മുടെ ആക്സ് അവൻ കൊണ്ടുപോയിട്ടോ, നമ്മുടെ മറ്റേ ചങ്ങായി, ആളുടെ പേരെന്തോന്ന്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ ഫാമാണ് കേട്ടോ. സോ നമ്മുടെ ഫെൻസിനെയും വേണം ഗൈസ്, എന്നല്ല. ഓക്കെ, ഇവിടെ ഒന്ന്. ഓക്കെ, കഴിഞ്ഞ്. ഓക്കെ, ഫെൻസിനെയും വേണം. ഒരു 10-20 എണ്ണം, 10-20 ഫെൻസൊക്കെ ഉണ്ടാക്കി വയ്ക്കാം.
ഓക്കെ അകത്ത് കയറണോ? ഈ മൈൻക്രാഫ്റ്റ് ഏത് നേരം നോക്കിയാലും ലാഗാണ്. ഓക്കെ അവർ ജന്തുക്കളായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്ന കാരണമാണ് കേസ് ഇത്ര നേരം പോയത്. ഓക്കെ അയ്യോ ആ ജന്തുക്കളായിട്ട് ഫൈറ്റ് ചെയ്തും മടുത്ത് കേസ്. ഒറ്റ നാണവും മാനും ഇല്ലാത്ത ജന്തുക്കൾ. ഒക്കെ ഒന്ന് വേഗം വാൻ്റെ ചങ്ങായി. ഒക്കെ നമുക്ക് കുറച്ചൊരു 10-20 നമ്മുടെ വടി ഉണ്ടാക്കി വയ്ക്കാം. 5, 9, 10, 13, 17, 21 ഒക്കെ കേസിന് നമുക്ക് 30 കിട്ടും കേസ്. ഇത് പിന്നെ നമുക്ക് ഒരു ഇതുണ്ടാക്കണം, ഒരു ഗേറ്റും കൂടി ഉണ്ടാക്കണമായിരിക്കും. ഒക്കെ തീർന്ന് ഓക്കെ 24 കിട്ടിയിട്ടുണ്ട്. സോ ഇത്ര മതിയാവുമായിരിക്കും. ഓക്കെ നമുക്ക് എന്തായാലും ഫെൻസ് കൊണ്ട് അവിടെ വയ്ക്കാം. ഓക്കെ 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 ഫെൻസ് ഓക്കെ ഗൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഗേറ്റ് 2 ഇവിടെ 1, പിന്നെ ഇവിടെ ഒരെണ്ണം വയ്ക്കുക. പിന്നെ ഇവിടെ ഒരു ഗേറ്റ് എന്ത് ചെയ്യുക? ഓക്കെ ഇവിടെ ഒരു ഗേറ്റ് കേസ്. ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ട്രേഡർ അവിടെ നടപ്പുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ എമറാൾഡ് ഒന്നുമില്ല. പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് കിട്ടുക എമറാൾഡ് വെച്ച്. എന്നാലും ട്രേഡ് ചെയ്യാം. പക്ഷെ എമറാൾഡ് എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യാനുള്ള സംഭവമാണ്. നമ്മൾ വെറുതെ വെച്ചിട്ട് ഇവിടെ കാര്യമില്ല. ഓക്കെ ഗൈസ് അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കുതിരേനെ ഇടാനുള്ള ഫാം. ഒക്കെ നമുക്ക് എന്തായാലും ഇവിടെയും കൂടി വയ്ക്കാം. ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. ഓക്കെ നമുക്കിനി നമ്മുടെ കുതിരക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. കുതിരക്കുട്ടോ നിനക്കുള്ള വീട് റെഡിയായി. ഓക്കെ സൈഡിൽ നമുക്ക് കുറച്ച് ഹൈബലൊക്കെ കുറച്ച് അവിടെ വെക്കണം ഗൈസ് സൈഡിൽ. ഓക്കെ കുതിര ഓക്കെ 2 ഇതും തുറന്നു. ഓക്കെ നമുക്ക് എന്തായാലും പോർക്കില്ല, ഇത് കുറവാണ്, ഹെൽത്ത് കുറവാണ്. ഓക്കെ അടിച്ച് കയറടാ മോനെ. അയ്യോ ഇതെന്തറത് കയറിപ്പോടാ. എന്തോ ഒരു പ്രശ്നം. ഇത്ര നേരം ഉണ്ടാവാത്ത പ്രശ്നം എവിടെ നിന്നാണ് പൊട്ടി വളച്ചു വന്നത്? ഓക്കെ പിക്കാക്സ് വെച്ചാൽ മേലത്തെ സാധനം പൊളിച്ച് കളയാം. ഓക്കെ മേലത്തെ ഭിത്തി. ഓക്കെ എൻ്റെ കുതിരക്കുട്ടനെ നോവരുത്. ഡേയ് കുതിര മാറിക്ക്. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇവൻ്റെ മേലെ തന്നെ കയറിയിട്ട് പൊട്ടിക്കാം. സ്റ്റോൺ പൊട്ടിക്ക് ഇത്രയും നേരം വേണോ? ഓക്കെ ഈ ഒരു സൈഡിൽ കൂടെ പുള്ളി പോവായിരിക്കും. പോടോ. പുള്ളിക്ക് 2 സ്ഥലം വേണം. നമ്മളെ കള്ള കേമ. യെസ് ഗൈസ് പോടോ. ഇനിയെങ്കിലും പോ. ഓക്കെ പോയി. നമ്മുടെ ചെറുക്കന് ഇവിടെ സംഭവം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. 2 വാതിലും തുറക്ക്. ഓക്കെ ഇത് മതിയാവുമായിരിക്കും. ചാടി കയറി. ഓക്കെ ഗൈസ് കയറി. അപ്പോൾ നമ്മുടെ ചെക്കൻ തൈൻ്റെ അകത്തുണ്ട്. സോ ഇവിടെ തന്നെ ഇരുന്നോളണം, എവിടേക്കൊന്നും പോവരുത്. ഓക്കെ നമ്മുടെ ചെക്കൻ്റെ ഇവിടെ സെറ്റായിട്ട് നടപ്പുണ്ട്. സോ ബാക്കിയുള്ള അവറ്റങ്ങളെയും കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ഫാം തുടങ്ങണം. അതിൽ നമുക്ക് നമ്മുടെ പശുക്കളെയും നമ്മുടെ വേറെ ജന്തുക്കളെയും അതുങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. സോ അതിന് വേണ്ടി നല്ലൊരു സ്പേസ് ഞാൻ നോക്കട്ടെ. ഓക്കെ എന്തായാലും വാതിലൊക്കെ അടച്ചിടാം, അതുങ്ങൾ കയറിയിരിക്കും. ഓക്കെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങാം ഗൈസ്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ ആ ഒരു കേവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതൊന്നും വലിയ സീനില്ലാത്ത കാര്യമാണ്. സോ 1, 2, 3, 4, 5 ഓക്കെ 6, 7, 8 ഓക്കെ കുറച്ചുകൂടി വേണം. സോ ഗൈസ് ലാമേനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇത് കിട്ടത്തില്ലേ, നമ്മുടെ വരെ ലീസ് കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ലീസ് വെച്ചിട്ട് ഗൈസ് നിങ്ങളിനി മറ്റേ സംഭവം വരും. ഓക്കെ തല്ലിക്കൊല്ലടാ ഒറ്റങ്ങളെ. ഓക്കെ തല്ലിക്കൊല്ല്. ഓക്കെ ലീസ് കിട്ടി. ലീസ് ഓക്കെ ഇതിനെ കൊന്നു. ഓക്കെ 2 ലീസ് കിട്ടി. നീ ഇനി ഒറ്റയ്ക്ക് നടന്നാൽ മതി ട്രേഡറേ. ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മറ്റേ കുതിരയും കൂടി
കുതിരകളെയും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് കയറ്റണം. ഒറ്റ കുതിരയായിട്ട് ഇവിടെ ഇരിക്കുന്ന രസമില്ല. നമ്മുടെ കുതിരക്കുട്ടന് കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണം. ഓക്കെ 3 ഫ്രണ്ട്സായിട്ടാണ് കേസ്. ആദ്യം തന്നെ നമുക്ക് ആ ജാടക്കാരനെ പിടിച്ച് വരുത്താം കേസ്. അവനോട് എനിക്ക് നേരത്തെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ വീറ്റ് ഫുള്ള് തിന്നിട്ടേ അവനെങ്ങ് നടക്കുകയാണ് കേസ്. കള്ളപ്പന്നി വാടാ. ഓക്കെ കുതിരക്കുട്ട നിനക്കൊരാളാവുന്നുണ്ട്, നിനക്കൊരാളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ യെസ് ഞാനൊരു സ്ലൈമും സ്ട്രിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലീസൊക്കെ ഉണ്ടാക്കണമെന്ന്. ഓക്കെ ട്രേഡറിനെ കണ്ടത് എന്തായാലും നല്ല കാര്യമായി. ആ ലാമേനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അത് കാരണമാണ് കേസ് കൊന്നു കളഞ്ഞത്. അല്ലെ അവരുടെയും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ആജന്മ ശത്രുതയുണ്ട് കേസ് ഈ ഒരു ലാമേനോട് പണ്ട് മുതലേ. ഓക്കെ ഈ ഒരു ഗേറ്റ് ഡേയ് ഇവിടെ കെട്ടിയിടല്ല പറഞ്ഞത്. ഓക്കെ ലീസ് ഓക്കെ ഇങ്ങോട്ട് വാടക്കള്ള. നമുക്കിനി മറ്റേ ബ്രൗൺ വരെയും കൂടി പിടിക്കണം കേസ്. ഓക്കെ കുതിരയെ പുറത്തു പോല്ലേട്ടാ, നമ്മുടെ കുതിര ചിലപ്പോൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. വാടാ ഇങ്ങോട്ട് കയറ പട്ടി. ഓക്കെ കയറി ഇങ്ങോട്ട് വാ. ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ചെക്കന്മാരെ പുല്ലൊക്കെ തിന്നുന്നുണ്ട്. അൺലീസ് ഓക്കെ അടയ്ക്കാം. യെസ് ഗൈസ് സൺസെറ്റ് നേരം. ഓക്കെ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജന്തുക്കളുടെ ശല്യം ഉണ്ടാവും. ഡേയ് ഓ അയ്യോ ഗൈസ് നമ്മുടെ ചെറുക്കനെ നമ്മൾ അറിയാണ്ട് തല്ലി. ഗൈസ് കുഴപ്പമില്ല, നമുക്ക് നാളെ ഫീഡ് ചെയ്യാം. കള്ളന്മാരെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ ഞാൻ നോക്കുന്നില്ല നിങ്ങളുടെ പ്രൈവസി. ഓക്കെ അതെല്ലാം നിങ്ങളുടെ പ്രൈവസി. സോ ഗൈസ് മേളിലത്തെ ഗ്ലാസ്സൊന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഫില്ല് ചെയ്യാം. ഓക്കെ ഇതല്ല ഗൈസ് നമ്മുടെ ബെഡ്റൂം, മറ്റേതാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങാം കുറച്ചാൾ കഴിഞ്ഞിട്ട്. സോ അടുത്തൊരു കുതിരേനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഫാമും കൂടി ഉണ്ടാക്കണം. സോ ഫാമും കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതല്ല ഗൈസ് ഇവിടെയാണ് ഗൈസ് പരിപാടി. ഇവിടെയാണ് നമ്മുടെ പരിപാടികളെല്ലാം. കുറച്ച് ഒരു 10-20 ഇത് വീണ്ടും ഉണ്ടാക്കി വയ്ക്കാം. 21 എണ്ണം. ഓക്കെ ഇനി നമുക്ക് ഈ സാധനം 30 എണ്ണം വീണ്ടും ഉണ്ടാക്കി വയ്ക്കാം. ഒരു ഗേറ്റും വേണം അതിൻ്റെ ഇടയിൽ. ഓക്കെ ഒരു ഗേറ്റ്, പിന്നെ നമുക്ക് ഒരു ഫെൻസും കൂടി ഉണ്ടാക്കാം. ഓക്കെ ഗൈസ് 18 ഫെൻസ് ആയിട്ടുണ്ട്. ഓക്കെ ഒന്നല്ലെങ്കിൽ നമുക്ക് ആ ജന്തുക്കളെ തീറ്റ കൊടുത്ത് വിളിച്ചു വരുത്തണം, അല്ലേ നമ്മുടെ ലീസ് വെച്ചിട്ട് കെട്ടി കൊണ്ടുവരണം. ഓക്കെ ലീസ് വെച്ച് കൊണ്ടുവരുന്നതാണ് കുറച്ചുകൂടി ഭേദം. പക്ഷേ അതുങ്ങൾ ചിലപ്പോൾ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓക്കെ ഗൈസ് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡേയ് ഒട്ടിപ്പിടിയറാ. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടുത്തെ ഡെർട്ടൊക്കെ മാന്തി കളയാം. ഡെർട്ടുള്ള കാരനാണ് ഗൈസ്. ഡെർട്ട് പോടാ ഡെർട്ടേ. ഓക്കെ ഡെർട്ട് ഈസ് വെരി ശല്യം ഇൻ അവർ മൈൻക്രാഫ്റ്റ്. ഓക്കെ നമ്മുടെ ഫസ്റ്റത്തെ തീരെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതിനൊക്കെ നമുക്ക് വിളിച്ച് വരുത്താം ഇങ്ങോട്ട്. ഓക്കെ ഇത്ര മതിയായിരിക്കും. ഓക്കെ നമുക്കിനി ഫെൻസ് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരാം. ഓക്കെ കുറച്ചുകൂടി വിസ്തീർണം ഒക്കെ കൂട്ടി. ഓക്കെ 90 ഡിഗ്രി 90 അല്ല ഗൈസ് 180 ഡിഗ്രി. ഓക്കെ അതൊക്കെ എന്ത് തേങ്ങയാണ് ഗൈസ് പറയുന്നത്. ഓക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. ഇതെന്താ നടുക്കിലൊരു ഗ്യാപ്പ്, ഇവിടെയും കൂടി ഫില്ല് ചെയ്ത് യെസ് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, ഇവിടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. വലിയൊരു ചതുരം. യെസ് പിന്നെ നമ്മുടെ ഡോർ എന്ത് ചെയ്യുക? ഡോറ് ആ ഒരു ഡോറെടുത്ത് ഇവിടെ വെക്കണോ? ഓക്കെ ഡോറ് അവിടെ വെച്ചിട്ടുണ്ട്. സോ യെസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഫെൻസിൻ്റെ പരിപാടിയൊക്കെ തീർന്ന്. ഓക്കെ നമുക്കിനി നമ്മുടെ ജന്തുക്കളെ തീറ്റ കൊടുത്ത് വിളിച്ചെടുത്താം ഗൈസ്. ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. യെസ് വള്ളി വെച്ച് ഇങ്ങനെ കെട്ടി കൊണ്ടുവരാൻ എനിക്ക് എന്തോ പോലെ. മുളുസ തീറ്റ എങ്ങോട്ടാണ് പോണത്? ഓക്കെ ഓടി വന്ന് ഗൈസ് കണ്ടപ്പോഴേക്കും ആർത്തിക്കാരിക്കെ ഇങ്ങോട്ട് വാ
ഇവിടെ ഓക്കെ. ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് കയറി ഗൈസ് സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റത്തെ ഇരേനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറങ്ങി അതിൻ്റെ അകത്ത് കയറി ഓക്കെ. അതിൻ്റെ അകത്ത് കിടന്നോട്ടാ. നമുക്ക് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരാം. ഒരു കുതിരയും കൂടി ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ. അവനെ കൂടി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, അവനെ നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു വില്ലേജിലൊക്കെ ഉണ്ടാവും. ഓക്കെ, വില്ലേജ് ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതെടുക്കണം. നമ്മുടെ ഫർണേസ് ഇതിൻ്റെ അകത്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർണേസ് കൊടുക്കാം. ഇതെന്താ ഈ വില്ലേജിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെ ഓക്കെ. തിരിയടാ തിരി ട്വിസ്റ്റ്. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത ഇരേനെ കൊണ്ടുവരാൻ പോവാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഇരയുടെ കാര്യത്തിൽ നമുക്ക് വലിയ സീനൊന്നും ഇല്ല. ഓക്കെ, നമ്മുടെ ചെക്കന്മാർക്ക് നമ്മുടെ കുതിരകൾക്ക് കൊടുക്കണം ഗൈസ് തീറ്റ. പക്ഷെ അതിനു മുമ്പ് ഇവന്മാരൊക്കെ ഒന്ന് കൂട്ടിലാക്കണം. നമ്മുടെ 2 ഫാം. പിന്നെ നമുക്ക് അതല്ലടാ മറ്റേ കുതിര അതന്നെ. ഓക്കെ, ലീസ് എന്ത് ഇവിടെ കള്ള ഒളിച്ചിരിക്കരുത്. അവിടെ കൊച്ചു കള്ള വാടകോട്ട്. ഞാൻ എത്ര അന്വേഷിച്ചു എന്നറിയോ നിന്നെ? നീ എവിടെയായിരുന്നു? ഇവിടെ ഒളിച്ചിരിക്കുകയാണോ നീ? ഇങ്ങോട്ട് വാടക്കള്ള. ഓക്കെ, മറ്റന്മാരൊക്കെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ലുക്ക് ഇവനാന്ന് തോന്നുന്നുണ്ട്. മറ്റേ പുള്ളിനെ കാണാൻ ഇതിനേക്കാൾ ലുക്കാണ്. പക്ഷെ മറ്റേതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവനാണ് ഗസ് ലുക്ക്. ഗോപിക്കുറിയൊക്കെ തൊട്ട് വെള്ള കളർ ഗോപിക്കുറിയൊക്കെ തൊട്ടിരിക്കുക കൊച്ചി കള്ള. കിട്ട് വാടേ. ഓക്കെ, ഇങ്ങോട്ട് വാടക്കള്ള. ഓക്കെ, കുറേ അങ്ങോട്ട് വലിഞ്ഞു പോരുത്, കാരണം ലീസ് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത ഇര അവിടെ കിടപ്പുണ്ട് ഗൈസ്. സോ അവരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, ആദ്യം തന്നെ മറ്റവൻ പുറത്തു പോകാണ്ട് നമുക്ക് തുറക്കണത്. ഇത് തുറന്നു കഴിഞ്ഞാൽ മറ്റവൻ എന്തായാലും പുറത്ത് പോവായിരിക്കും. എടാ കയറി വാട കൊച്ചി കള്ള. ഇങ്ങോട്ട് വാട. ഇങ്ങോട്ട് വാട കൊച്ചി കള്ള. ഇങ്ങോട്ട് വാടാ. ഒന്ന് വായിൻ്റെ ബടിയേ ഗടിയേ. 2 തുറന്നിട്ടിട്ടുണ്ട്, എന്നിട്ടും വരുന്നില്ല. എൻ്റെ പൊന്നു മോനെ ഇങ്ങോട്ട് വാ. നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാ. ഡേയ്, ഫ്രണ്ട്സിനൊന്നും വേണ്ടല്ലേ അപ്പോൾ? ഓക്കെ, ഇത്ര സെൽഫിഷായിട്ടുള്ളൊരു കുതിര. നീ പോടോ. ഓക്കെ, അൺലീസ മറ്റേ കുതിര ഇപ്പോൾ പോവും ഗൈസ്. ഓക്കെ, പോകത്തില്ല. നല്ല പിള്ളേരല്ലേ, ഇതിൻ്റെ അകത്തിരിക്കട്ടോ. മാമൻ പിന്നെ വരാം. ഓക്കെ, മാമൻ്റെ നല്ല പിള്ളേർ ഇവിടെ ഇരിക്കി. മാമൻ പിന്നെ വരാം. ഓക്കെ, 3 കുട്ടികൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, എടി മോളെ ഡിഡി ഇങ്ങോട്ട് വാടി. ഓക്കെ, നമ്മുടെ അടുത്ത ഇര. ഓക്കെ, എനിക്കെന്നെ വിഷമമുണ്ട് ഗസുമാരെ പിടിച്ചോണ്ട് വന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കും. സോ ഇത് കുഴപ്പമില്ല. ഇങ്ങോട്ട് വാടിക്കള്ളി. ഓക്കെ, ഇങ്ങോട്ട് വാടി. ഓടി വാഗണ്ണി. വേലാവട്ടെ. ഓക്കെ, ഓടി വാ കള്ളി, ചാടി വാ പുള്ളി. ഓക്കെ, നമ്മുടെ ഗൈസ് ഈ ഒരു പശുവും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാടി കള്ളി. ഓക്കെ, വാ ഇതിനകത്തോട്ട് വാ. വേഗം വാ. വാടാ മോഞ്ഞേ. ഓക്കെ, എടാ പോരുത്. അമ്പടി കള്ളി. എടി ദേ ഇവിടെ ഇങ്ങോട്ട് നോക്കി ഒരു സംഭവം. ഓക്കെ, അമ്പടി കള്ളി കേമി. ഓക്കെ, പുള്ളി കടന്ന് അപ്പം തന്നെ വാലടയ്ക്കണം. അയ്യോ ഗൈസ്, സോറി എടി. ഓക്കെ, പുള്ളി പെട്ടിട്ടുണ്ട്. പോളി. ഓക്കെ, ഗൈസ് ഇതിൻ്റെ അകത്തൊന്നും ചാടിപ്പോകാൻ പറ്റത്തില്ല. സോറി പെങ്ങളല്ല ഗൈസ്, സോറി കള്ളിപ്പെണ്ണെ. കള്ളിപ്പെണ്ണും മറ്റേ ഗ്രാനിയുടെ പേരല്ലേ. ഓക്കെ, നമുക്ക് ഇവരെ നമ്മൾ അടിച്ച കാരണം. ഓക്കെ, 2 കിടപ്പുണ്ട്. സോ ഇതുങ്ങളൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവും ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്, ട്രിബിളാവും ഇപ്പോൾ. ഒരു കുഞ്ഞി കിടാവ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. സോ കിടാവിനെ നമുക്ക് നേരെ വലുതാക്കാം. അമ്പടാ എല്ലാം തീർത്ത് ഗൈസ് കള്ളപ്പൊന്നി. ഓക്കെ, നമ്മുടെ ഫാമൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നമ്മളിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുതിര ഫാം റെഡി, പിന്നെ നമ്മുടെ പോത്തും ഫാം റെഡി. ഓക്കെ,
പോത്ത് ഫാമിലും 3 പേര്, കുതിര ഫാമിലും 3 പേര്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എടുത്തുള്ളൂ. സോ ഒരു ഫാം ഉണ്ടാക്കണ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. കൊച്ചു കള്ളന്മാരെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ.